ഇവിടെ കൂലി എങ്ങനെ ഉണ്ടാ? അടിപൊളി. എത്ര മണിക്കൂറുണ്ടായിരുന്നു ഇവിടെ? പറ എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട്? അശ്ശോ പടം കഴിയണില്ല. 3 മണിക്കൂറില്ലേ? തലരോട് തിരിച്ചെന്റെ. പക്ഷെ ശോഭനാരെ കേമിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിലാകെ ആൾക്കാർ കൈയടിച്ച സീൻ എന്ന് പറയണത് മറ്റേ ആ പെണ്ണിനെ കൊല്ലട ആ ഒരു സീനിൽ മാത്രം 3-4 പേര് കൈയടിച്ചിട്ടുണ്ടാവും അല്ലേ? ഷോ സീൻ എന്തിനൂടെ 2 മണിക്ക് തുടങ്ങിയപ്പോടാ 5 മണിയായി ഇപ്പോ. എന്തിനാ പാവത്തിന് ആരും പെടുത്തിയത് സത്യപ്പടം നല്ല ഭാഗമായിട്ട് തോന്നിയത് നിനക്ക്? അതല്ലോ വയ്യാണ്ടായി നിനക്ക് പടം കണ്ടിട്ട്. സമയം പോണ്ടേ? തേങ്ങ 3 മണിക്കൂർ പെറ്റി എടുക്കുന്നു. 2 മണിക്ക് തുടങ്ങി ഇവിടെ 5 മണിക്ക് കഴിഞ്ഞു. പാവസ്ഥ വയ്യാണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട കൂലി കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ പൊന്നു ആ പടത്തിനെ കുറിച്ച് ഞാൻ എന്താ പറയുക, ആ പടത്തിൻ്റെ ഒരു 1.5 മണിക്കൂർ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം നമുക്ക് കണ്ടിരിക്കാനുള്ള ഒരു പടം ഉണ്ടാവും. ഇത് കണ്ടിരിക്കില്ല, ഭയങ്കര ടാസ്ക്. അമീർ ഖാനൊക്കെ എന്തിനാ വന്നേ? അമീർ ഖാൻ വന്നു. അമീർ ഖാൻ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് രജനികാന്ത് വലിയ പണാണ്ടൊക്കെ കഥ പറയിപ്പിക്കാൻ വേണ്ടി അമീർ ഖാനെ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീൽ തോന്നി. പിന്നെ എന്നിട്ട് കുറേ അൺവാണ്ടഡ് പേഴ്സൺസ് ഒക്കെ ഉണ്ട് ഇതിൽ. ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാർ വെറുതെ കുറച്ച് നടന്മാരെ കൊടുന്ന് കൊന്നു. ഡെയിലി ഓരോരുത്തരും ഇങ്ങനെ കൊന്നു കൊണ്ടുപോകണ ഒരു പ്രത്യേകതരം കഥയാണ്. അയ്യോ എന്തിട്ട് പറയാം ഇതിനെ കുറിച്ച്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയല്ലേ. കൂലി നല്ല പടമൊന്നും പറയാൻ പറ്റണില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാ. അതിലാകെ ഒരു സീനിൽ, ഒറ്റൊരു സീനിലാണ് ഞാൻ തിയേറ്റർ മൊത്തത്തിൽ ഒറ്റ സീനിൽ മാത്രമേ ഞാൻ കയ്യടി കേട്ടുള്ളൂ. മനുഷ്യന് പ്രാന്ത്. എങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ മതി നായി തുടങ്ങി ഇഷ്ടേ. എൻ്റെ കൂട്ടുകാരനായിരുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ആളൊക്കെ കൂർക്കം വെച്ച് കിടന്നുറങ്ങായിരുന്നു. നിങ്ങൾക്ക് 3 മണിക്കൂർ AC-യിൽ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കാണാൻ പോകും. സുഖമായിട്ട് കണ്ടിട്ട് സുഖമായിട്ട് AC-യിൽ കിടന്നുറങ്ങിയിട്ട് തിരിച്ചു വരാം. അതിന് വേണ്ടി പോവാം. അല്ലാണ്ട് ഒരു കാര്യം കുറേ അനിരുദ്ധിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് തെളിയിച്ച പോലത്തെ ഒരു പടമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. BGM ഒരു ഗതിയില്ലേ. പാട്ടിൻ്റെ ഫസ്റ്റത്തെ പാട്ട് ആവശ്യമില്ലാന്ന് തോന്നി. ഞാൻ മരിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് പടത്തിൽ. പക്ഷേ ഇതിലേറ്റവും സൂപ്പർ സാധനം എന്ന് പറയുന്നത് ശോഭനയുടെ ക്യാമിയോ. എൻ്റെ പൊന്നു സീൻ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇതാണ് വരാൻ പോണം, ഇത് മൂഞ്ചിക്കും, അത് ഇതാവും എന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ കഥയാണ്. ഒന്നുമില്ല പറയും. ബൈ.